ഒരിക്കലൊരാൾ പറഞ്ഞു, നാളെക്കുറിച്ച് വളരെയധികം ഭാരപ്പെട്ടിരുന്ന ഒരാൾ ഇന്ന് രാത്രി മരിച്ചെന്ന്. നാളെക്കുറിച്ച് ഭാരപ്പെട്ടിരുന്ന ഒരാളാണ് ഇന്ന് രാത്രി മരിച്ചത്. ചോദ്യം, നാളെക്കുറിച്ച് ഭാരപ്പെട്ടതുകൊണ്ട് വല്ല ഗുണവും അങ്ങേർക്കുണ്ടായോ? എന്നാൽ ഓരോ ദിവസവും ദൈവമുണ്ടാക്കിയ ദിവസമാണെന്നും ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നുള്ള സത്യം അറിയാത്തവർക്കെല്ലാം ഈ ഗതിയാണ്. നാളെക്കുറിച്ച് ഭാരപ്പെട്ട് എല്ലാ ദിവസവും ഇന്നത്തെ ഭാരം നാളെ എത്തുമ്പോഴോ അടുത്ത ദിവസത്തെ ഭാരം, അടുത്ത ദിവസം ദൈവം തന്നാലും അതിൻ്റെ പിന്നത്തെ ദിവസത്തെ ഭാരം. ഇങ്ങനെ ഭാരം ചിന്തിച്ച് ഭാരപ്പെട്ട് തീരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഏത് ദിവസം? ഓരോ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ ആ ദിവസം. ഇന്ന് കണ്ണു തുറന്നു വന്നപ്പോൾ ഇത് കേട്ടിട്ടല്ലേ നിങ്ങൾ എഴുന്നേക്കുന്ന പലരും? അതെ, ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഓരോ ദിവസവും കർത്താവ് ഉണ്ടാക്കിയതാണ്. ഭാരപ്പെടാൻ കർത്താവ് ഉണ്ടാക്കിയതല്ല, ആനന്ദിക്കാൻ കർത്താവ് ഉണ്ടാക്കിയത്. രോഗിയായി ജീവിക്കാൻ കർത്താവ് ഉണ്ടാക്കിയതല്ല, തേജസ്സോടെ വാഴാൻ കർത്താവ് ഉണ്ടാക്കിയത്. പേടിച്ച് ജീവിക്കാൻ കർത്താവ് ഉണ്ടാക്കിയ ദിവസമല്ല, തുള്ളിച്ചാടാൻ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ജീവിക്കാൻ കർത്താവ് ഉണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് കർത്താവ് ഉണ്ടാക്കിയ ദിവസത്തിൽ കർത്താവിൻ്റെ മക്കൾ സന്തോഷിക്കണം, ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. പുതിയ പുതിയ ബലം ഉൾക്കൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനായിട്ട് കർത്താവിനോട് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതായത് നമ്മൾ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കണം. നാം കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മെ അപകടപ്പെടുത്തും. കൂട്ടത്തിലിരിക്കുമ്പോൾ വാക്കുകൾ നമ്മെ അപകടപ്പെടുത്താം. ഈ ചിന്തകൾ നിങ്ങൾ മറക്കരുത്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ദുർചിന്തകൾ വരാം. നാളെയെക്കുറിച്ചും അനാവശ്യമായതെല്ലാം കയറി വരുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നവരറിയണം, ഞാൻ ഏകനല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ഞാൻ ഏകനല്ല. ഈ ഒരു ബോധ്യം വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപി എൻ്റെ ഉള്ളിലുണ്ട്. 139 സങ്കീർത്തനം പോലെ ഒന്നും ഇരുട്ട് പോലും അവന് മറവല്ല. എൻ്റെ നിരൂപണം, എൻ്റെ ചിന്തകളെല്ലാം അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ്. ഈ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അനാവശ്യ ചിന്തകളെ പോലും നമുക്ക് അതിജീവിക്കാനായിട്ട് ശക്തിയുണ്ടാകും. നല്ല ചിന്തകൾ, അങ്ങനെ നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞവർ ജനക്കൂട്ടത്തിൽ വരുമ്പോൾ നല്ല വാക്കുകളുള്ള വ്യക്തികളായിരിക്കും. നല്ല ചിന്തയുള്ളവർക്കേ നല്ല വാക്കുകളുള്ളൂ. ചിലർക്ക് നല്ല വാക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ചിന്തയില്ല. ആ വ്യക്തിയുടെ ചിന്ത മോശമാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. ഹൃദയം മുഴുവനും എന്തുകൊണ്ട് നിങ്ങൾ നിറച്ചു, അത് നാളെ നിങ്ങൾ വാഗൊണ്ട് പറയും. അതുകൊണ്ട് ദുർചിന്തകൾക്കും ആലോചനകൾക്കും നിങ്ങൾ സമയം കൊടുക്കരുത്. പിശാചിൻ്റെ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. സാത്താൻ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, സാത്താൻ ഒരു കൊമ്പും വാലൊക്കെ ഉള്ള ഒരാളായിട്ട് വരുമ്പോൾ നമ്മളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് മാറിക്കൊടുക്കുന്ന കാര്യമല്ല അത്. ചിന്തകളിലൂടെ അവൻ പ്രവർത്തിക്കും. പിശാച് പ്രവർത്തിക്കുന്നത് ചിന്തകളിലാണെങ്കിൽ, കർത്താവ് പ്രവർത്തിക്കുന്നത് ആത്മാവിലാണ്. ആത്മാവിൻ്റെ ചിന്തയുണ്ട്, മനസ്സിൻ്റെ ചിന്തയുണ്ട്. മനസ്സിൻ്റെ ചിന്തയിൽ പിശാച് പ്രവർത്തിക്കും. അവൻ നമ്മെ തളർത്തിക്കളയും, ഡിപ്രഷൻ കൊണ്ടുവരും, അതുപോലെ ചിന്തിപ്പിച്ച് കളയും. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയോ ദൈവം തരുന്ന ആലോചനകളാണ്. അത് നമ്മെ പോസിറ്റീവ് എനർജി ഉള്ളവരാക്കും. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല, ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതമാണ് നീ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് എനർജി തരുന്ന ചിന്തകളാണെങ്കിൽ നിങ്ങൾ ആത്മാവിലാണ്. നിങ്ങളെ തളർത്തുന്ന ചിന്തകളാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിലല്ല, ആത്മമനുഷ്യനിലുമല്ല, നിങ്ങൾ ജഡത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ
നിത്യജീവൻ. ആത്മാവിൻ്റെ ചിന്ത നിത്യജീവനാണ്. എനിക്ക് ജീവനുണ്ട്, ഞാൻ സൗഖ്യമായവനാണ്, ഞാൻ വിടുതലാണ്, ഞാനൊരു അനുഗ്രഹമാണ്. ജഡത്തിൻ്റെ ചിന്തയോ ചത്താ മതി, ജീവിക്കണ്ട, ഞാൻ അധികം നാളില്ല. ഇതൊക്കെ ജഡത്തിൻ്റെ ചിന്തയാണ്. നിങ്ങളെ ചാർജാക്കുന്ന ചിന്ത ഏതാണോ അതാണ് ആത്മാവിൻ്റെ ചിന്ത. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ചിന്ത, നിങ്ങളെ പാപിയാക്കുന്ന ചിന്ത, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ചിന്ത ഏതാണോ അത് ജഡത്തിൻ്റെ ചിന്തയാണ്. അതിൻ്റെ പുറകിൽ പിശാചാണ്. ആത്മാവിൻ്റെ ചിന്തയുടെ പുറകിൽ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്, കർത്താവാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ വിട്ടുകൊടുക്കാം. ഒരു വലിയ ജയത്തിലേക്ക് കർത്താവ് നയിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 39. നമ്മുടെ പിതാക്കന്മാർ മോശയ്ക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. അവർ മിസ്രൈമിലേക്ക് ശരീരം കൊണ്ട് തിരിയാൻ പറ്റില്ല, കാരണം ചെങ്കടൽ കടന്നു പോകണം, അതിഞ്ഞി പോകില്ല. എന്നാൽ ഹൃദയം കൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾ പണ്ട് ഉപേക്ഷിച്ചതിലോട്ടൊക്കെ ഹൃദയം കൊണ്ട് എത്ര വേഗം വേണമെങ്കിലും ചെല്ലാം. പണ്ട് കളഞ്ഞ പാപമില്ലേ, അതൊക്കെ ഇപ്പോഴും ഹൃദയം കൊണ്ട് പിന്തിരിയാം. ഹൃദയം കൊണ്ട് സിഗരറ്റ് വലിക്കാം, ഹൃദയം കൊണ്ട് കള്ളു കുടിക്കാം. അതിന് ബാറിലും പോണ്ട, സിഗരറ്റ് മേടിച്ച് വലിക്കാൻ വേണ്ട, ഹൃദയം കൊണ്ട് ഇതെല്ലാം ചെയ്യാം. പിന്തിരിയ ഉള്ളുകൊണ്ട് നമുക്കത് ചെയ്യാം. അതുകൊണ്ടാണ് ഒരുവൻ മോഹിക്കാൻ വേണ്ടി നോക്കിയാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹൃദയം കൊണ്ട് ചെയ്യാം, മനസ്സുകൊണ്ട് ചെയ്യാം. ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല പാപം, ഹൃദയം കൊണ്ട് ചെയ്യുന്നതും മഹാപാപമാണ്. അവർ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. ഈ ദിവസങ്ങളിൽ ഹൃദയത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തെടുക്കണം, പാപത്തിൽ നിന്ന് പുറത്തെടുക്കണം. ചെങ്കടൽ കടന്നവരാണ്, മോശയോട് ചേർന്നവരാണ്, അതായത് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നവർ ഇപ്പോഴും ഹൃദയം കൊണ്ട് പാപത്തിൽ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് പിള്ളേർ പറയില്ലേ, അവർക്കൊക്കെ ചെയ്യാലോ, അവർക്കൊക്കെ കാണിക്കാമല്ലോ, ഇവർക്കൊക്കെ കാണിക്കാമല്ലോ. ചില ഭർത്താക്കന്മാർ പറയും, ചില ഭാര്യമാർ പറയും, അവരൊക്കെ നോക്ക്. ഹൃദയം കൊണ്ട് പുറകോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ഓരോ വീടുകളിലും ഉപേക്ഷിച്ചതിനെ ഒരിക്കലും തിരിച്ചെടുക്കാത്തവരുമുണ്ട്. ഒരിക്കൽ കളഞ്ഞ പലതിനെയും തിരിച്ചു പിടിക്കുന്ന ഹൃദയത്തെ നമുക്ക് ഇന്ന് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കണം. 40-ാമത്തെ വാക്യം, അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ഞങ്ങളെ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. അപ്പൊ ഇവരെന്തോരം മരിച്ചവരാണ്. മരിച്ച ദൈവത്തെയല്ലേ ഉണ്ടാക്കുന്നത്. മനുഷ്യൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിയാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇവരെല്ലാം കൂടി എന്തിനെ ഉണ്ടാക്കി? 41-ാം വാക്യം, അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു. മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെല്ലാം ചത്ത ദൈവങ്ങൾ. എന്നാൽ ദൈവത്തെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. ദൈവം സകലത്തെ ഉണ്ടാക്കും. മനുഷ്യനുണ്ടാക്കുന്ന ഒരു ദൈവത്തിനും ജീവനില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചത്തവരാണ്. ജീവനുണ്ടെന്ന് പേരെന്നേ ഉള്ളൂ, ചത്തവളാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മരിച്ചതിന് തുല്യമാണ്. ഈ സത്യങ്ങൾ ദൈവമക്കൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടുപിടിച്ചേ മതിയാവും. ഈ സത്യത്തിൽ ജീവിക്കണം. അങ്ങനെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ബിംബത്തിന് ബലി കഴിച്ച് കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ കൈവേലകൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ, അവർക്ക് ജീവനില്ല, അതിൽ സന്തോഷിക്കുന്നു. ഇതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കുന്നു, മനുഷ്യൻ ദൈവത്തെ ചുമക്കുന്നു, മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു, മനുഷ്യൻ ദൈവത്തെ വർഷാവർഷം പെയിൻ്റ് അടിക്കുന്നു, മനുഷ്യൻ ദൈവത്തിന് ലൈറ്റിട്ട് കൊടുക്കുന്നു. ചില സ്ഥലങ്ങളിൽ ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് പള്ളിയുടെ മുകളിൽ വെച്ചിട്ട് ദൈവത്തിൻ്റെ തലയിൽ ഈ വലിയ ഇടിമിന്നലേക്കാതിരിക്കാൻ അതിനുള്ള മാഗ്നറ്റൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു.
ഇടിമിന്നലുണ്ടാക്കിയ ദൈവത്തിന് ഏക്കാതിരിക്കാൻ മനുഷ്യൻ പെടുന്ന പാട്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ആ ഉപേക്ഷിച്ചതിൽ നിന്ന് പോന്നതില്ല മാനം തോന്നുന്നുണ്ടോ? എന്തു വലിയൊരു അത്ഭുതമാണ്! ഈ സത്യങ്ങളൊക്കെ ജീസസ് എവരിഡേയിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കേ. നിങ്ങൾ ഏത് തരത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്നു? കാറ്റിനേക്കാൾ ശക്തിയുള്ള, ഇടിമിന്നലുകളേക്കാൾ ശക്തിയുള്ള, കടൽ തിരമാലയേക്കാൾ, പ്രപഞ്ചത്തേക്കാൾ ശക്തിയുള്ള ഒരു ദൈവത്തെ നിങ്ങൾ ദൈവമായി ആരാധിക്കുന്നുണ്ടോ? ആ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു. ദൈവം, സകലത്തെ ഉണ്ടാക്കിയ ദൈവം, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു യേശു. യേശു ഭൂമിയിലേക്ക് വന്നു. യേശുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാനല്ലായിരുന്നു, യേശുവിൻ്റെ വിഗ്രഹത്തെ ആരാധിക്കാനുമല്ല. യേശു ദൈവം വെറുക്കുന്ന വിഗ്രഹാരാധനയെ യേശു വെറുത്തിരുന്നു. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി എന്തിനു ക്രൂശിൽ മരിച്ചു? ഒരാൾ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ജഡീകനാണ്. ജഡത്തിൻ്റെ സ്വഭാവമാണ് വിഗ്രഹാരാധന. പൈശാചിക സ്വഭാവമാണ് വിഗ്രഹാരാധന. എന്തിനെങ്കിലും കണ്ടാലേ ആരാധിക്കാൻ കഴിയും. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവരും കാണാതെ ആരാധിക്കുന്നവരും അനുഗ്രഹീതർ. വിശ്വാസത്താലാണ് ആരാധന വരുന്നത്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ കാണാതെ ആരാധിക്കണം. ആമേൻ. അങ്ങനെ ദൈവവും പിന്തിരിഞ്ഞു. 42-ാം വാക്യം. ഇവർ വിഗ്രഹത്തിലോട്ട് തിരിഞ്ഞപ്പോൾ ദൈവം പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിക്കാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മൊലോക്കിൻ്റെയും കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. നിങ്ങൾ അന്യായമായത് എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ ബാബേലിനപ്പുറം കൊണ്ടുപോയി അടിമയാക്കുമെന്ന്. മറ്റുള്ളവർക്ക് നിങ്ങൾ അടിമയാകും. നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ആരാധന കൂട്ടമായി മാറണം. സാക്ഷാൽ ദൈവമായ എന്നെ ആരാധിക്കാൻ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നു, അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് നമസ്കരിച്ചില്ല. ഏറ്റവും വലിയ പാപമാണ് ദൈവത്തെ ദൈവമെന്നോർത്ത് ആരാധിക്കാത്തത്. ദൈവത്തെ ദൈവമാണെന്ന് മനസ്സിലാക്കി ആരാധിക്കണം. അങ്ങനെ അവർ ആരാധിക്കാഞ്ഞതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നു, അവർ അവരുടെ പാപങ്ങളിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് ആണോട് ചേർന്ന് ആണ് അവലക്ഷണമായി പെരുമാറി ദൈവം അവരെ അശുദ്ധിയിലേൽപ്പിച്ചത്. ആണും കല്യാണം കഴിക്കുമ്പോൾ, പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ഓർക്കണം, ദൈവം തള്ളിക്കളഞ്ഞ കേസാണ്. അതുമല്ല, അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തേക്കണം, ദൈവം ഉപേക്ഷിച്ചു, അതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് വേഗം അങ്ങനെയുള്ളവർ മടങ്ങി വന്നോളണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിലേക്ക് വേഗം 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 പിന്തിരിയണം. ദൈവ വഴിയിലേക്ക് തിരിഞ്ഞു വരണം. മുടിയൻ പുത്രൻ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നതുപോലെ തന്നെ മടങ്ങി വരണം. സ്വന്തം തീരുമാനമെടുത്ത്. അവിടെ അപ്പൻ മുടിയൻ പുത്രനെ അന്വേഷിച്ച് പോയതായിട്ട് എഴുതിയിട്ടില്ല. മടങ്ങി വരണം. ഒരാൾ മടങ്ങി വന്നാൽ പിന്നീട് ഒരിക്കലും പോകില്ല. എന്നാൽ ഒരുവനെ മടക്കി കൊണ്ടുവന്നാൽ അവൻ പോകാൻ സാധ്യതയുണ്ട്. സ്വയമായി തീരുമാനമെടുത്ത് ഇനി ഒരിക്കലും പന്നിക്കൂട്ടിലോട്ടില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് വരുവാൻ ഒരു പിതാവ് ഒരു മകനെ കാത്തിരുന്നു. ആ മകനെ തപ്പിപ്പോയില്ല. അവൻ വന്നാൽ അറക്കുവാൻ കാളക്കുട്ടിയുണ്ടായിരുന്നു. അവൻ വന്നാൽ കാലിലിടാൻ ചെരുപ്പ് അപ്പൻ കരുതി വെച്ചിരുന്നു. അവൻ വന്നാൽ അവൻ്റെ വിരലിലിടാൻ പൊന്മോതിരം അപ്പൻ വെച്ചിരുന്നു. അവൻ വന്നാൽ അവന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ അപ്പൻ കരുതി വെച്ചിരുന്നു. വരണം, സ്വന്തം തീരുമാനത്തിൽ വരണം. മറ്റുള്ളവർ ചുമ്മിക്കൊണ്ട് വരരുത്.
അപ്പൻ തന്നെ പോയി കൊണ്ടുവരികയുമില്ല, സ്വന്തമായി. അങ്ങനെ അവൻ പന്നിയുടെ വാള വരെ തിന്ന് ആർക്കും അവനെ ഭക്ഷണം കൊടുത്തില്ല. പന്നിയുടെ വാള വരെ തിന്നാൻ കൊതിച്ചു, ആരും അതും അവനെ കൊടുത്തില്ല. ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എന്നാൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കും. എനിക്ക് വേണ്ടത് എൻ്റെ അപ്പൻ്റെ വീടാണ്. എനിക്ക് ജീവിതം വേണം, എനിക്ക് ജീവൻ വേണം, എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങുന്നു. സാഹചര്യങ്ങളിൽ മടുക്കാതെ, ആത്മഹത്യ ചെയ്യാതെ കർത്താവിലോട്ട് അടുക്കുമെങ്കിൽ അസാധാരണമായ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവേ, പിന്മാറ്റങ്ങളെ ചികിത്സിച്ച് സൗഖ്യമാക്കണമേ. ഒന്നല്ലെങ്കിൽ പലതരത്തിലും അങ്ങയോട് അകന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ പലപ്പോഴും അങ്ങയുടെ വഴിവിട്ടു പോയവരാണ്. വഴിവിട്ട ജീവിതവും വഴിവിട്ട വാക്കുകളും പ്രവൃത്തിയും ഞങ്ങളിലുണ്ടായി. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ മടക്കിയെടുക്കണം. സ്വന്തമായി തീരുമാനമെടുത്ത് സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന ആ മുടിയൻ പുത്രനെ പോലെ ഞങ്ങളിതാ മടങ്ങി വരുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നത് കേൾക്കുന്നവർ സൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കൽ വന്നുള്ള എല്ലാവിധ ഐശ്വര്യവും ഈ മക്കളിലേക്ക് പകരപ്പെടും. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ബലം ഏറ്റവും വലിയ ബലമാണ്. ഏത് സാഹചര്യത്തെയും മാറ്റാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിക്കാം, ബലപ്പെടാം, ശക്തിപ്പെടാം. God bless you. എല്ലാ പ്രശംസയും